ഹായ് കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അപ്പം സൺഡേ ആയിട്ട് എന്താണ് പ്രോഗ്രാം എല്ലാവർക്കും? ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, കുട്ടികളെ ഒക്കെ റെഡിയാക്കി, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അത് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചൂരമീൻ ഇന്നലെ കിട്ടി കേട്ടോ, കുറച്ചേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കറി വയ്ക്കാം, ചെറിയ ചെറിയ പീസുകളാക്കി വെക്കാം ഞാൻ കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതങ്ങ് അച്ചാറിടാമെന്ന്, പിന്നെ എൻ്റെ പ്ലാൻ മാറ്റി ഞാൻ വിചാരിച്ചു എന്നാൽ ഇതങ്ങ് കറി വയ്ക്കാമെന്ന്. അങ്ങനെ ഇതാ കറി വെക്കാൻ പോവാണ്. ഇതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പാണ് ഇതെല്ലാം. മീൻ കഴുകി വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ടൊരു നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്തിലോട്ട് ഒന്ന് വഴറ്റുവാണ് കേട്ടോ. കുറച്ചേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതാ ഇങ്ങനെ നന്നായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ഇടത്തില്ല എൻ്റെ മീൻകറിക്ക്. ഞാൻ മുളക് പൊടി ഇടുവാണേ. കുറച്ച് മീനല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയായിരുന്നു ഇത്. ഇതിപ്പം ഇപ്പോൾ പൊട്ടിച്ചതേ ഉള്ളൂ. ഇരുന്ന മുളക് പൊടി തീർന്നു. ഇപ്പോൾ അത് അടുത്ത പാക്കറ്റ് ഡബ്ബിയിലൊന്നും ഇട്ട് വെച്ചില്ല, നേരെ കവറിൽ ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ ഇടുവാണേ. അളവിന് അങ്ങ് ഇടുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ ഇളക്കി നോക്കിയിട്ട് വീണ്ടും ഇടുന്നു കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ടേ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി അതിലോട്ട് ഞാൻ ലേശം ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാനിപ്പോൾ തന്നെ ഇടുവാണേ. ഓക്കെ, ആവശ്യത്തിന് അപ്പോൾ ഉപ്പായിട്ടുണ്ട്. ഇനി ഉപ്പിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാൻ പോകാം. നമ്മുടെ ഈ പുളിവെള്ളമില്ലേ, ഇതാ കുറച്ച് പുളി കുതിർത്തേക്കുന്നതിൻ്റെ ഇത്രയും പുളി ഞാൻ കുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ ഒഴിക്കില്ല. അപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ, കുറച്ചെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന്. ഞാൻ എൻ്റെ മീൻകറിക്ക് ഇതാ ഈ ഒരു ബൗള് വെള്ളം, ഇത്രയും വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു. ഇനി അപ്പോൾ അതിലേക്ക് നമ്മൾ മീൻ കഷ്ണം ഇടാൻ പോവാണ് കേട്ടോ. ഇതൊന്ന് തിളച്ചതിന് ശേഷമേ ഞാനിങ്ങനെ മീൻ കഷ്ണം എടുത്തുള്ളൂ. ആ തിളച്ചതിന് ശേഷം ഞാനിങ്ങനെ മീൻ കഷ്ണം ഇടുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരെ നോക്കിയതാ തിളച്ചിട്ടുണ്ട് ഇത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ ഈ കഷ്ണങ്ങൾ ഇടാൻ പോവുകയാണേ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇതാ നമ്മളിങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങോട്ടിട്ടു. മീൻകറിക്ക് ഇച്ചിരി കളർ കൂടിപ്പോയി. അത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി നമ്മളിങ്ങനെ ചൂടാക്കിയ സമയത്തേ ഇച്ചിരി ഒന്ന് ചൂട് കൂടുതലായിപ്പോയി. അതായത് ഇച്ചിരി കൂടെ അങ്ങ് നന്നായിട്ടങ്ങ് ഇളകിപ്പോയി. അതുകൊണ്ടാണ് മുളക് പൊടിക്ക് നല്ല ബ്രൗൺ കളറായിപ്പോയത്. എനിക്ക് സാധാരണ ഇത്രയും കളറില്ലല്ലോ. പിന്നെ ഇതാ കഷ്ണങ്ങൾ ആദ്യം അച്ചാറിന് വിചാരിച്ചത് കൊണ്ട് ചെറിയ ചെറിയ പീസുകളല്ലേ, അപ്പോൾ അത് കാരണം പൊടിഞ്ഞു പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അധികം ഇട്ടിങ്ങനെ ഇളക്കുന്നില്ല. അപ്പം എന്താ ഇതെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം എടുക്കാം.